ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തന്തൂരി ചിക്കനൊക്കെ നമ്മൾ അധികം പുറത്തു പോയിട്ടാണല്ലോ കഴിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പുറത്തു പോകാനും പറ്റില്ല, ഹോട്ടലുകളെല്ലാം പൂട്ടുകയും ചെയ്തു. അപ്പോൾ തന്തൂരി ചിക്കനൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഓവനും ഗ്രില്ലും ഒന്നും വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്ക് അറിയിച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല 100% പെർഫെക്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആവുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണവും 4 വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ. നല്ല ജീരകം എന്ന് പറയില്ലേ. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ജീരകം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മളെപ്പോഴും അൽഫാമും തന്തൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്യുക. അപ്പോൾ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എങ്കിലേ ഇതിനുള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ചിക്കൻ പീസസൊക്കെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ തന്തൂരി ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല റെഡ് കളറിലല്ലേ ഉണ്ടാവുക. അത് ഹോട്ടലിലാവുമ്പോൾ അവർ ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളറാണ് ചേർക്കേണ്ടെങ്കിൽ ഒരു നുള്ളു ഫുഡ് കളറും പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്താൽ മതി. ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ, അതായത് ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. കുരു കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആവും നിങ്ങൾ പലരും കേൾക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ. ഇത് ചേർത്തിട്ടില്ലെങ്കിലും തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ചേർക്കുകയാണ്. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇലയല്ലേ, അത് ഉണക്കിയതാണ്. ഉലുവ കുറച്ച് മണ്ണിൽ പാവി എടുത്തിട്ട് അത് മുളച്ച് വരുമ്പോൾ അതിൻ്റെ ഇല ഉണ്ടാവില്ലേ, അത് വെയിലത്ത് വെച്ച് അത് പറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. അത് തന്നെയാണ് കസൂരി മേത്തി. അപ്പോൾ അത് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം. നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ തന്തൂരി ചിക്കൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് നല്ല ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ വരഞ്ഞു വെച്ച ഭാഗത്തൊക്കെ മസാല നന്നായിട്ട് അതിനുള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തൈരും നാരങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ചിക്കൻ എപ്പോഴും കഴുകി അതിൽ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. മസാല നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചാൽ ഇത് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിന് താഴെയാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മസാല പിടിച്ചു കിട്ടും. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുറത്താണെങ്കിലും ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരം വെച്ചാൽ മതി. എന്തായാലും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇതിനുള്ളിലേക്കൊക്കെ പിടിക്കണം. വലിയ പീസല്ലേ.
അപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ 1 മണിക്കൂറാണ് കേട്ടോ വെച്ചത്. ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചു എന്ന് വിചാരിച്ചിട്ട് കട്ടയായി പോകുന്നില്ല, നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ വേണമെന്ന് നിർബന്ധമില്ല, ഓയിലായാലും മതി. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുക്കുക. അതൊന്ന് പുരട്ടി കൊടുത്തിട്ട് നോക്കൂ, 1/4 ടീസ്പൂണുള്ളൂ കേട്ടോ, ഒരുപാട് ഓയിലൊന്നും പുരട്ടരുത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത ടേസ്റ്റാണ് കിട്ടുക. ഇത് നമ്മൾ ചുട്ടെടുത്ത ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത്രയും വലിയ പീസ് വെരി ലോ ഫ്ലെയിമിൽ കുക്കായി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് ക്ഷമ അത്യാവശ്യമാണ് കേട്ടോ. കാരണം പെട്ടെന്ന് തന്തൂരി ചിക്കൻ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിലും കുറേ സമയം വേണമല്ലോ, ആ സമയം തന്നെ മതി. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ തന്നെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കനലിൽ ചുട്ടെടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 മിനിറ്റ് കൂടുന്ന സമയത്ത് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് 2 ഭാഗവും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും വലിയ പീസ് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ ഏകദേശം എനിക്കൊരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. വെരി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, കാരണം ഇതിൽ എണ്ണയില്ല. പിന്നെ ഇത് നല്ല ചൂട് വന്നാൽ പെട്ടെന്ന് കരിയുമല്ലോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ ചെയ്തപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്തൂരി ചിക്കൻ ആയിട്ടില്ല, തന്തൂരി മസാല കോട്ട് ചെയ്തെടുത്ത ഒരു ചിക്കനായി. ഇനി നമുക്ക് നല്ല സ്മോക്കി ഫ്ലേവർ വേണ്ടേ, നല്ല ചുട്ടെടുത്ത നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയുടെ പീസ് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിന് പകരം ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതി. ഞാൻ കുഴിമന്തിയുടെ വീഡിയോ, കുക്കറിൽ കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ചാർക്കോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ചിരട്ടയാകുമ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു ചിരട്ടയുടെ പീസ് നല്ലതുപോലെ കത്തിച്ച് നല്ല കനലാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒരു ബൗളിൽ ഇട്ടിട്ട് അതിലേക്ക് ചെറിയൊരു ബൗൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലും വെച്ചിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമ്മളിവിടെ കത്തിച്ച് കനലാക്കി എടുത്ത ചിരട്ടയില്ലേ, ആ ചിരട്ട കനലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പുകയിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മുടെ തന്തൂരി ചിക്കൻ പുറത്തുനിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരമൊക്കെ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഒരു അരമണിക്കൂറിന് ശേഷം ഞാനത് തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലും ഒക്കെ ആയിട്ട് നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് ഓവനും ഗ്രില്ലും ഇല്ലാത്ത തന്തൂരി ചിക്കൻ എന്നുള്ള ഒരു ടൈറ്റിൽ ഞാനായിരുന്നു കേട്ടോ യൂട്യൂബിൽ ആദ്യമായിട്ട് കൊടുത്തത്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്നൊന്നും അങ്ങനെ അധികം മലയാളത്തിൽ ആരും ടൈറ്റിൽ മുഴുവനായിട്ട് മലയാളത്തിൽ ടൈറ്റിലൊന്നും കൊടുക്കാറുണ്ടായില്ല. മലയാളം യൂട്യൂബേഴ്സൊക്കെ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആലോചിച്ചിരുന്ന് ഓവനും ഗ്രില്ലും ഇല്ലാത്ത തന്തൂരി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലൊക്കെ ഇട്ട് വീഡിയോ ചെയ്തിട്ട് 1 മാസം കൊണ്ട് തന്നെ 4 ലക്ഷത്തിലധികം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു ടൈറ്റിൽ ഏറ്റെടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളന്ന് പേടിച്ചിട്ടൊരു ടൈറ്റിൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസിനുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ടൈറ്റിൽ മാത്രമല്ല കേട്ടോ, ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ തന്തൂരി ചിക്കൻ്റെ കൂടെ നമ്മൾ കുബൂസും പൊറോട്ടയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുബൂസിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ളൊരു കുബൂസ്, ഷവർമ റൊട്ടിയില്ലേ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാവ് കുഴക്കാതെ വീശി അടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ട. അപ്പോൾ അതും ഉണ്ടാക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അൽഫാം ചിക്കനും വീട്ടിലുണ്ടാക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്